നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിൻ്റെ ദൈവദൂതനാണോ? യേശു ക്രിസ്തുവാണോ? ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും. കിഴക്കൻ സഭകളുടെ ഈസ്റ്റർ ഞായറാഴ്ച ട്രംപ് പങ്കുവച്ച ചിത്രമാണ്. സ്വയം യേശു ക്രിസ്തുവായി, വേദനിക്കുന്നവനെ സുഖപ്പെടുത്തുന്ന ആശ്വാസത്തിൻ്റെ ദൈവമായി. ഇറാൻ യുദ്ധം ക്രൈസ്തവരെ രക്ഷിക്കുന്ന പദ്ധതിയാണ് എന്ന് ചിത്രീകരിക്കാനും മത നേതൃത്വത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പിന്തുണ ലഭ്യമാക്കാനും ദൈവത്തിൻ്റെ പേരിൽ നീക്കം നടത്തുന്ന ട്രംപിന് അതിനിടയിൽ പോപ്പ് ലിയോ നല്ല പണി കൊടുത്തു. സമാധാനത്തിനായി നിലകൊള്ളുന്നവൻ ആരോ, അവൻ ദൈവപുത്രൻ എന്ന് ട്രംപിന് മനസ്സിലാകുന്ന ഭാഷയിൽ പോപ്പ് അങ്ങ് പറഞ്ഞു. ട്രംപിന് രോഷം കൊള്ളാൻ വേറെ എവിടെയെങ്കിലും പോണോ? ട്രംപ് തിരിച്ചടിച്ചു, പോപ്പിനെ വെല്ലുവിളിച്ചു. വീണ്ടും പോപ്പ് തൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം ട്രംപിന് പകർന്നു നൽകി. മനുഷ്യരക്തത്തിനായി ദാഹിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് എന്ന ചിത്രീകരണത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ എത്തിച്ചത് എന്താണ്? മനുഷ്യൻ്റെ അന്തകനായി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക്. സ്വയം ദൈവമാകാൻ അവതരിപ്പിച്ച ട്രംപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അത് അന്തിക്രിസ്തുവിൻ്റെ അവസ്ഥയാണ്. ലോകം മുഴുവൻ ഭീകര ദംഷ്ട്ര കാട്ടിച്ചിരിക്കുന്ന യുദ്ധവെറിയന്മാരായി ട്രംപിനെയും നെതന്യാഹുവിനെയും കാണുന്ന അവസ്ഥയാണ്. പോപ്പും ട്രംപും തമ്മിലുള്ള യുദ്ധത്തിന് സമാനമായ ഈ അടിയുടെയും തിരിച്ചടിയുടെയും സാഹചര്യം എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇറാന്റെ പരമാധികാരത്തിന്മേൽ കടന്നു കയറി രാജ്യത്തലവനെയും സാധാരണ മനുഷ്യനെയും കൊന്നു തള്ളുന്ന ഈ ഇറാൻ യുദ്ധത്തിന് എതിരായിരുന്നു പോപ്പ് ലിയോയുടെ നിലപാട്. ഇറാൻ യുദ്ധത്തിന് മാത്രമല്ല, എല്ലാ യുദ്ധത്തിനും എതിരെയായിരുന്നു. ഒടുവിൽ വത്തിക്കാനെ ഭീഷണിപ്പെടുത്തുന്ന ഇടം വരെ ട്രംപ് ഇറങ്ങിത്തിരിക്കുന്നു, ഭീഷണിപ്പെടുത്താൻ എന്നിടം വരെ കാര്യങ്ങളെത്തി. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചതാണ്. ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞു, പോപ്പിനെ പോപ്പാക്കിയത് എൻ്റെ ആളായതുകൊണ്ടാണ്, അതുകൊണ്ട് എന്നെ അനുസരിച്ച് കണ്ടും മനസ്സിലാക്കി നിന്നോളണം, എൻ്റെ യുദ്ധത്തിൽ എനിക്കൊപ്പം നിൽക്കണം എന്ന് അങ്ങ് പറഞ്ഞു കളഞ്ഞു. പോപ്പ് രാഷ്ട്രീയക്കാരനാകാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കാതെ സഭയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. കോമൺ സെൻസ് ഉപയോഗിക്കണം. വെനസ്വേലയോടും ഇറാനോടും പോപ്പിന് മൃദു സമീപനം ഉണ്ട്. തീവ്ര ഇടത് ചിന്താഗതിക്കാരെ സഹായിക്കുന്ന നിലപാടാണ് പോപ്പിൻ്റേത്. പോപ്പാകാനുള്ള ഒരു പട്ടികയിലും അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്നില്ല. ഒരു അമേരിക്കക്കാരനായതിനാൽ മാത്രമാണ് സഭ അദ്ദേഹത്തെ അതിൽ ഉൾപ്പെടുത്തിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപുമായി ഇടപെടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന നിലയിലായിരുന്നു സഭയുടെ ആ തെരഞ്ഞെടുപ്പ്. പോപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ഞെട്ടിക്കുന്ന അത്ഭുതമായിരുന്നു. അതിനുള്ള നന്ദി എന്നോട് കാണിക്കണം എന്നാണ് ട്രംപ് പറഞ്ഞത്. പോപ്പ് ലിയോ കുറ്റകൃത്യങ്ങളുടെയും ആണവായുധങ്ങളുടെയും കാര്യത്തിൽ ദുർബലനാണ്. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ രാഷ്ട്രീയ സഹായിയും ഇടതുപക്ഷക്കാരനുമായ ഡേവിസ് ആക്സൽ റോഡുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത് എനിക്കിഷ്ടമല്ല. പള്ളിയിൽ പോകുന്നവരെയും പുരോഹിതന്മാരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരിൽ ഒരാളാണ് അദ്ദേഹം എന്നുകൂടി ട്രംപ് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിനെ വിമർശിക്കുന്ന നടപടി ഒരു പോപ്പിൽ നിന്ന് താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് വിശദീകരിച്ചു. തൻ്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പോപ്പിനെതിരായ ഈ അട്ടഹാസം. പോപ്പ് അതിന് കൃത്യമായ പ്രതികരണം നൽകി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംവാദത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞു. US ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മാർപ്പാപ്പ. ഞാൻ യുദ്ധത്തിനെതിരെ ഉറക്കെ സംസാരിക്കുന്നത് തുടരും. സമാധാനവും സംഭാഷണങ്ങളും പ്രോത്സാഹിപ്പിക്കാനും പ്രശ്നങ്ങൾക്ക് ന്യായമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി രാജ്യങ്ങൾക്കിടയിൽ ബഹുമുഖ ബന്ധങ്ങൾ വളർത്താനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ലോകത്ത് വളരെയധികം ആളുകൾ കഷ്ടപ്പെടുന്നു. നിരപരാധികളായ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഇതിലും നല്ല വഴിയുണ്ട് എന്ന് പറയും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സന്ദേശം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. എൻ്റെ പങ്കിനെ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഞാൻ നോക്കിക്കാണുന്നില്ല എന്ന് ലിയോ 14 പറഞ്ഞു. ഈ സാഹചര്യം പ്രധാനമാണ്. ഒന്ന് ഒരു രാഷ്ട്രത്തലവനും ഒരു സഭയുടെ തലവനും തമ്മിലുള്ള സംഘർഷം യഥാർത്ഥത്തിൽ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള രീതികളിൽ നിന്നും വ്യത്യസ്തമാണ്. ട്രംപിന് ഒന്നും പ്രശ്നമല്ല. ദൈവത്തിനും മുകളിൽ, ഉപദേശകർക്കും മുകളിൽ, ലോകത്തിലെല്ലാത്തിൻ്റെയും മുകളിൽ കയറിയിരിക്കുന്ന ഒരു രാഷ്ട്രത്തലവൻ, ഏക ഛത്രാധിപതി. ഈ സാഹചര്യത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. മാർപ്പാപ്പയുടെ ഈ നിലപാടിന് അനുഭാവം പ്രകടിപ്പിച്ച് ലോകം മുഴുവൻ മനസ്സുകൊണ്ട് ഒപ്പം ചേരുകയാണ്. കഴിഞ്ഞ നാളിൽ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇറാൻ യുദ്ധം ഇങ്ങനെ സംഘർഷഭരിതമായി നിലനിൽക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടി പള്ളികളിൽ പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത ഒരു മാർപ്പാപ്പയാണ്. ഈ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ തോമസ് ഐസക് ഒരു കുറിപ്പ് ഇടുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. ട്രംപ് ഇപ്പോൾ പോപ്പിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിനുപയോഗിച്ച ഭാഷയാകട്ടെ PC ജോർജും മകനും തെരഞ്ഞെടുപ്പിന് ശേഷം ചില ബിഷപ്പുമാർക്കെതിരെ ഉപയോഗിച്ചതുപോലെയാണ്. ഇങ്ങനെ വിശദീകരിക്കുന്നത് മലയാളിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ്. ലിയോ 14 മാർപ്പാപ്പ ആയത് താൻ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് എന്നാണ് ട്രംപിൻ്റെ ഭാഷ്യം. നന്ദി വേണം, ലിയോ നന്ദിയുള്ളവനാകണം.
കാരണം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഒരു ഞെട്ടിക്കുന്ന ആശ്ചര്യമായിരുന്നു. പോപ്പാകാനുള്ള ലിസ്റ്റിലേക്ക് അദ്ദേഹം വന്നത് അമേരിക്കക്കാരനായതുകൊണ്ടാണ്. ക്രിസ്ത്യൻ സഭ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അവിടുത്തെ പ്രസിഡന്റ് അതായത് എന്നോട് കൈകോർക്കാൻ ഏറ്റവും നല്ല വഴി ഇതായിരിക്കും എന്ന് കരുതിയിട്ടാണ്. ഞാൻ വൈറ്റ് ഹൗസിൽ ഇല്ലായിരുന്നെങ്കിൽ ലിയോ വത്തിക്കാനിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പോപ്പ് പറയുന്നത്. അതുകൊണ്ട് പോപ്പ് അമേരിക്കൻ നയങ്ങൾക്കൊപ്പം നിൽക്കണം എന്നാണ് ട്രംപിൻ്റെ ആവശ്യം. ലിയോ റാഡിക്കൽ ലെഫ്റ്റിന് വഴങ്ങുന്നത് നിർത്തി പോപ്പായി തൻ്റെ ചുമതലകൾ നിർവഹിക്കണം. ഇറാൻ ആണവായുധം വേണമെന്ന് കരുതുന്ന ഒരു പോപ്പിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ലിബറലായ ആളാണ്. പോപ്പ് ലിയോയുടെ വലിയ ആരാധകനല്ല ഞാൻ. അദ്ദേഹം നല്ല ജോലി ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായമെന്നാണ് ട്രംപിൻ്റെ നിലപാട്. ട്രംപിനെതിരെ ആഗോളമായി പൊതുജനാഭിപ്രായം സൃഷ്ടിക്കുന്നതിൽ കാത്തോലിക്ക സഭയുടെ യുദ്ധത്തിനെതിരായ നിലപാട് പങ്കുവഹിക്കും എന്ന് വ്യക്തമാണ്. ശനിയാഴ്ചത്തെ പ്രാർത്ഥനാ യജ്ഞത്തിൽ കോടിക്കണക്കിന് ആളുകളാണ് പങ്കാളികളായത്. ട്രംപിൻ്റെ മൂക്കിന് താഴെ വാഷിംഗ്ടണിൽ കർദിനാൾ റോബർട്ട് മൈക്കൽ റോയ് പ്രാർത്ഥനാ യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ആഹ്വാനത്തോടെയായിരുന്നു. ഇന്ന് രാത്രി ഈ ദേവാലയത്തിൽ നിന്ന് നാം പുറപ്പെടുമ്പോൾ പ്രാർത്ഥനയ്ക്കപ്പുറം നീങ്ങണം. നാം ആഴത്തിൽ സ്നേഹിക്കുന്ന ഈ ജനാധിപത്യത്തിലെ പൗരന്മാരും വിശ്വാസികളും എന്ന നിലയിൽ നമ്മുടെ പ്രതിനിധികളോടും നേതാക്കന്മാരോടും സമാധാനത്തിനായി വാദിക്കണം. നാം പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് മാത്രം മതിയാകില്ല, നാം പ്രവർത്തിക്കുകയും വേണം. ചർച്ചകൾ ഒരു വശത്തോ രണ്ട് വശത്തോ ഉള്ള ഒറ്റനോട്ടത്താൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രസിഡന്റ് ഈ അധാർമിക യുദ്ധത്തിലേക്ക് വീണ്ടും നീങ്ങിയേക്കാം. ആ നിർണായക ഘട്ടത്തിൽ ലോകത്ത് സമാധാന വക്താക്കളാകാൻ വിളിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ശിഷ്യർ എന്ന നിലയിൽ നാം ശബ്ദമുയർത്തി ഏകകണ്ഠമായി മറുപടി പറയണം. പാടില്ല, ഞങ്ങളുടെ പേരിൽ പാടില്ല, ഈ നിമിഷത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പേരിലും പാടില്ല എന്ന്. ട്രംപിന് ഭ്രാന്ത് പിടിച്ചതുപോലെയാണ്. ഇതുവരെ ഹോർമൂസ് കടലിട് കടക്കാൻ പാടില്ല എന്നായിരുന്നു ശാഠ്യം. എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചത് ഇറാൻ കടത്തിവിടുന്ന കപ്പലുകളെ അമേരിക്ക തടയും എന്നാണ്. ഇറാനെ അല്ല ശിക്ഷിക്കുക, ട്രംപിനോടൊപ്പം ഇല്ലാത്ത മറ്റ് രാജ്യങ്ങളെയും ശിക്ഷിക്കാനാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അമേരിക്ക ആപ്പിലാണ്. എങ്ങനെ ഊരിപ്പോകണമെന്ന് അറിഞ്ഞുകൂടാ. ലോകം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്തൊരു സമാധാന പ്രസ്ഥാനത്തിനാണ് ഒരുപക്ഷെ നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇറാൻ യുദ്ധം തെളിയിക്കുന്ന കാര്യം എത്ര വലിയ ആയുധശേഖരമുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് ജയം ഉറപ്പല്ല എന്നാണ്. പിന്നെ പോംവഴി ഒരു ഘട്ടത്തിൽ ട്രംപ് അട്ടഹസിച്ചതുപോലെ ബോംബിട്ട് ഒരു നാഗരികതയെ തന്നെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. ഇത്തരമൊരു പൈശാചിക പ്രവൃത്തി മറ്റ് രാജ്യങ്ങളെയും സമാധാനകാംക്ഷികളെയും മതവിശ്വാസികളെയും യുദ്ധത്തിനെതിരായി അണിനിരക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ കിഴക്കൻ സഭകളുടെ ഈസ്റ്റർ ഞായറാഴ്ച ട്രംപ് ആഘോഷിച്ചത് സ്വയം യേശുക്രിസ്തുവിൻ്റെ വേഷം കെട്ടുന്ന ഒരു AI ചിത്രത്തോടെയാണ്. ട്രംപ് യേശുവല്ല അന്തിക്രിസ്തുവാണെന്ന് പറയുന്ന മറ്റ് ചിത്രങ്ങളും ഓൺലൈനിൽ സുലഭമാണ് എന്ന് തോമസ് ഐസക് എഴുതുന്നു. ഇസ്ലാമാബാദ് ചർച്ചയും കഴിഞ്ഞ് വീണ്ടും ഇറാനെതിരെ ഭീഷണിയുമായി പുറപ്പെട്ട ട്രംപിന് ഇപ്പോൾ അതേ മുഖമാണ്, അന്തിക്രിസ്തുവിൻ്റെ. തൻ്റെ യുദ്ധവെറിക്ക് പോപ്പിനെ കൂടെ കൂട്ടി മതനിറം നൽകാനുള്ള നീക്കം അമ്പെ പൊളിഞ്ഞതോടെ തൻ്റെ യുദ്ധത്തിനെതിരായ പ്രസ്ഥാനം ആ മാനസികാവസ്ഥ ലോകത്തെങ്ങും പടരുന്നതോടെ ലോകം തനിക്കെതിരായി നിൽക്കുകയാണ് എന്ന് ട്രംപ് തിരിച്ചറിയുകയാണ്. ട്രംപിൻ്റെ ദൗത്യം ശരിയല്ല എന്ന് ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. യുദ്ധത്തിനിറങ്ങി ചുരുക്കത്തിൽ ട്രംപ് കുരുക്കിലായി എന്നർത്ഥം. എന്നാൽ അതിൽ നിന്ന് ഊരാൻ നോക്കുക. അതല്ലാതെ പോപ്പിനെ കൂടി അതിലേക്ക് വലിച്ചിഴച്ച് ക്രൈസ്തവരുടെ സംരക്ഷകൻ എന്ന പരിവേഷം അണിഞ്ഞ് യുദ്ധത്തെ ന്യായീകരിക്കാനുള്ള നീക്കം ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. ട്രംപിൻ്റെ അടുത്ത പരിപാടി എന്ത് എന്നാണ് ഇനി അറിയാനുള്ളത്. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.